ജിമ്മി, ഇത് ഉന്നതരിലേക്ക് എത്തുകയാണോ? തലകൾ കൂടുതൽ ഉരുളാനുള്ള സാധ്യതയുള്ളത്. വാസുവിൻ്റെ ഒരു അറസ്റ്റ്, അതിനും അപ്പുറത്തേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറുമായി ബന്ധപ്പെട്ടുള്ള നെഗ്ലിജൻസ് ആണ്. പക്ഷേ നെഗ്ലിജൻസിനെ കുറിച്ച് ഈ ഓർഡർ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഒരു ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഇടകലക്കുന്ന തരത്തിലുള്ള നെഗ്ലിജൻസ് ആണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടുതൽ തലകൾ ഉരുളുമോ? നമ്മൾ ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് ഇതിനെക്കുറിച്ചുള്ള ആദ്യത്തെ ഡിഫൻസ് കുറച്ച് ഉദ്യോഗസ്ഥർ ചെയ്ത കുഴപ്പം എന്നുള്ളതായിരുന്നു. ആ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് 2019-18 കാലത്തെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ പാകപ്പിഴ എന്നതിലേക്ക് ആദ്യം പോകുന്നു. നമ്മളത് വിശദമായി ചർച്ച ചെയ്തു. അതിനുശേഷം അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഡിഫൻസും സർക്കാരിൻ്റെ ഡിഫൻസും അതായിരുന്നു. അതിനുശേഷം 2017 മുതൽ 19 വരെയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും അംഗങ്ങളിലേക്ക് ഈ സാധനം എത്തുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് ആ കാലത്തിൽ അത് കഴിഞ്ഞു പോയ കാലമാണെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഘട്ടം വരുന്നത് 2019 മുതലുള്ള പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ പേരിലേക്ക് കാര്യങ്ങളെത്തുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് കഴിയുമ്പോഴേക്കും 2025 ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യം ഈ വിഷയം തുടങ്ങുമ്പോൾ ഉണ്ടായ ചില ചെറിയ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യം കുറച്ചുകൂടെ സീരിയസ് ആണെന്ന് കോടതി പറയുമ്പോൾ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെ ഡിഫൻസ് അതും 2024-25 കാലത്തെ ഉദ്യോഗസ്ഥരാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അതും കടന്ന് ദേവസ്വം ബോർഡ്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഇതിനകത്ത് വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് സംശയം എന്ന് കോടതി പ്രകടിപ്പിക്കുകയാണ്. ഇത് ഇന്നത്തെ കോടതി വിധിയല്ല. ഇതിന് തൊട്ട് മുമ്പുള്ള 10 ദിവസം മുമ്പ് വന്ന ആദ്യത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അന്നത്തെ കോടതി വിധിയിൽ ദേവസ്വം സ്പെഷ്യൽ ബെഞ്ച് പറഞ്ഞത് എങ്ങനെയാണ് ഈ അവസാന കാലത്ത് ഈ തിരക്ക് പിടിച്ച് വീണ്ടും സ്വർണ്ണപ്പാളികൾ പൂശാൻ കൊണ്ടുപോയത്. അത് ചിലപ്പോൾ 2019 സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയാണോ? ദർ ഇസ് എ ഡിസ്റ്റിങ്ക്റ്റ് പോസിബിലിറ്റി എന്ന വാക്കാണ് കോടതി അതിനകത്ത് ഉപയോഗിച്ചത്, ഡിസ്റ്റിങ്ക്റ്റ് പോസിബിലിറ്റി. അതും കഴിഞ്ഞ് അപ്പോഴും പക്ഷേ സർക്കാർ ദേവസ്വം ബോർഡിനൊപ്പമായിരുന്നു. ദേവസ്വം ബോർഡിന് ഒരു പ്രാവശ്യം കൂടി ടേം നീട്ടിക്കൊടുക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇത്തവണ കോടതി ഒരു പടി കൂടി കടന്ന് ഈ പല പ്രാവശ്യം നമ്മൾ എടുത്തു നോക്കിയാൽ ഈ ദേവസ്വം ബോർഡിനെ കോടതി വിടുന്നില്ല. ഒരു ഘട്ടം കൂടെ കടന്ന് പറയുകയാണ്, നോക്കൂ, മിനിറ്റ്സ് ബുക്ക് പോലും മര്യാദയ്ക്കല്ല എഴുതിയിരിക്കുന്നത്. മിനിറ്റ്സ് ബുക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കോടതി വിശദമായി പറയുന്നുണ്ട്, നിങ്ങൾ ചില റിക്വസ്റ്റുകൾ എഴുതി വയ്ക്കും, എന്നിട്ട് അപ്രൂവ്ഡ് എന്ന് പറയും. ഇതിൻ്റെ പേര് മിനിറ്റ്സ് എന്നല്ല. മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭാവി കാലത്ത് ഇതിൻ്റെ ഓഡിറ്റിനടക്കമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത്, എന്തൊക്കെയാണ് തീരുമാനമെടുത്തത് എന്നടക്കമുള്ള വിശദമായ രേഖയാണ് എന്ന് പറഞ്ഞിട്ട് കോടതി പറയുന്നു, നോക്കൂ, ഏറ്റവും വിവാദമായ ഈ ദ്വാരപാലക ശില്പപാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാനെടുത്ത തീരുമാനത്തിൻ്റെ കാലത്തെ മിനിറ്റ്സ് പോലുമില്ല. 2025 ജൂലൈയോടുകൂടി മിനിറ്റ്സ് എഴുതിയ തീർന്നു, പിന്നെ അങ്ങോട്ട് മിനിറ്റ്സ് എഴുതിയിട്ടില്ല എന്നാണ് ഈ കോടതി ഉത്തരവിൽ പറയുന്നത്. നോക്കൂ എവിടം വരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. ഇനി തലകൾ ഉരുളുമോ എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് 2 വശമുണ്ട്. ഒന്ന്, ഇത് വളരെ വലിയൊരു കൊള്ളയാണെന്ന് കോടതി പറയുന്നു, അതനുസരിച്ചുള്ള അന്വേഷണത്തിലേക്കും അറസ്റ്റിലേക്കും കാര്യങ്ങൾ പോകുന്നു. 2025 കാലത്തെ കോടതി പറയുന്നത് ഇത് സ്വർണ്ണ മോഷണമാണോ എന്ന് നമുക്കറിയില്ല, പക്ഷേ 2019 ശേഷം ഇതിനൊരു തുടർച്ചയുണ്ട്. ദേവസ്വം ബോർഡിൽ മാറി മാറി വരുന്ന ആളുകൾ പല കാലത്ത് ഇത് മറയ്ക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കോടതി ഇന്ന് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ മിനിറ്റ്സ് ബുക്കിൽ കാര്യങ്ങൾ എഴുതുന്നില്ല എന്നുള്ളത് ഒരു സാങ്കേതിക പ്രശ്നം മാത്രമല്ല, ഇത് ശബരിമലയുടെ വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോടതി ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്. ഇത് തുടങ്ങുമ്പോൾ ദേവസ്വം പ്രസിഡന്റ് പി പ്രശാന്ത് വളരെ സതുദ്ദേശത്തോടെ തോന്നിയ രീതിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് കോടതിയെ അറിയിച്ചില്ല, അത് ശരിയാണ്, പക്ഷേ അതിനൊരു നെഗ്ലിജൻസ് ഇല്ലേ, ഞങ്ങൾ അത് കഴിഞ്ഞ് അറിയിച്ചല്ലോ. അപ്പോൾ ഇന്ന് കോടതി വിശദമായി പറയുന്നത് അത് ചുമ്മാ അല്ലല്ലോ, ദേവസ്വം ബോർഡ് മാനുവലിൽ ഒരു കാരണവശാലും ഇത് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, അത് പോട്ടെ, അത് ലംഘിച്ച് ഇതിനു മുമ്പ് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ 2024 ഇത് സംബന്ധിച്ച് ആദ്യത്തെ നീക്കം നടക്കുന്നത്. അതിനു മുമ്പ് 2023 ഹൈക്കോടതിയുടെ ഇതേ ബെഞ്ചിൻ്റെ വിധിയുണ്ട്, ഒരു കാരണവശാലും ഇത് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ കോടതി അതിനകത്ത് പറയുന്നത് ഒരു കാരണവശാലും ദേവസ്വം ബോർഡിനോ ദേവസ്വം ഉദ്യോഗസ്ഥർക്കോ ഇത് അറിയാൻ പാടില്ല എന്ന ഒരു വാദം ഉന്നയിക്കാനേ പറ്റില്ല. യു ആർ ബൗണ്ട് ടു നോ ആണ്. 1 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. അത് സാങ്കേതികമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പറയാം, ഞാൻ ഉണ്ടായിരുന്ന കാലത്തല്ല അതിന് ശേഷമാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഉദ്യോഗസ്ഥർക്കില്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, ഒഫീഷ്യൽസ് എന്ന് പറയുന്നതിനകത്ത് കോടതിയിനകത്ത് പറയുന്നത് ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞ കോടതി ഈ വിധി പകർപ്പിൽ ഒരു ഭാഗത്ത് എന്താണ് ഒഫീഷ്യൽസ് എന്നും പറയുന്നുണ്ട്. കോടതിയുടെ ഇതിനകത്തുള്ള ബലമായ സംശയം, ഇങ്ങനെ ലതാർജിക്കായി ഇത്ര നിരുത്തരവാദപരമായി ഈ കാര്യങ്ങൾ ആണോ ഇവിടെ നടക്കുന്നത്? ഒരുപക്ഷെ കോടതി മാധ്യമ വാർത്തകളും ശ്രദ്ധിക്കൊണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മളാണ് ഈ ശബരിമലയിലെ ഈ വിഷയങ്ങൾ പറഞ്ഞു വരുമ്പോൾ നമ്മളാണ് ആദ്യം പറയുന്നത് വാതിലും പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ്. ഇന്നത്തെ കോടതി ഉത്തരവിൽ അതുകൊണ്ട് ഈ വാതിലും കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയാണ്. ഈ വാതിലിലും എവിടെ പോയി? അത് വളരെ ന്യായമായ സംശയമാണ്, നമ്മളൊന്ന് ആലോചിച്ചതാണ്. വാതിൽ എലി ചാടിപ്പോകുന്നു എന്ന് പറഞ്ഞ് ആ വാതിൽ ഇളക്കി മാറ്റാൻ തീരുമാനിക്കുന്നു. പുതിയ വാതിൽ വലിയ ആഘോഷത്തോടെ കൊണ്ടുവന്ന് അവിടെ വയ്ക്കുന്നു. അപ്പോൾ പഴയ വാതിൽ എവിടെ പോയി? നമ്മളന്ന് ചോദ്യം ഇന്ന് കോടതി ചോദിക്കുന്നുണ്ട്.
എന്നിട്ട് കോടതിക്ക് ചില അറിവുകളുള്ളതുകൊണ്ട് കോടതി ഒരു കാര്യം പറഞ്ഞു, ആ വാതിൽ ഈ SIT അന്വേഷണം നടക്കുന്നത് വരെ അവിടെ ഒരു വശത്ത്, സ്ട്രോങ് റൂമിലല്ല, ഒരു വശത്ത് ചാരി വെച്ചിരിക്കുകയായിരുന്നു. നിഷ്കളങ്കമായി ഒരു വാതിൽ ചാരി വെച്ചിരിക്കുകയായിരുന്നു. 2 കിലോയ്ക്ക് മുകളിൽ സ്വർണം പൂശിയ വാതില, അതാണ് 2 കിലോയ്ക്ക് മുകളിൽ എന്ന് പറഞ്ഞത്. 2.5 കിലോ സ്വർണം പൂശിയ വാതില അതവിടെ ശബരിമലയിൽ ഒരു വശത്ത് ചാരി വെച്ചിരിക്കുകയായിരുന്നു. ഗംഭീരമായി. അപ്പോൾ ഉരച്ചൊരച്ച് ആൾക്ക് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ കോടതി പറയുന്ന ഈ SIT ഓർഡർ വന്നതിന് ശേഷമാണ് ഈ വാതിലെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയത്. ഏത്? ഈ ദേവസ്വം ബോർഡ്. അപ്പോൾ ഈ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, അത് കഴിഞ്ഞു. അപ്പോൾ കോടതി ചോദിക്കുന്നത് സത്യത്തിൽ ഇത് ശരിക്കുള്ള ആ പഴയ വാതിൽ എവിടെ പോയി? നമ്മളും ചോദിച്ചത് വാതിൽ തടി മാത്രമല്ല, അതിനകത്ത് 2.5 കിലോ സ്വർണം കൂടി ക്ലാഡ് ചെയ്തിട്ടുണ്ട്. ആ സ്വർണം എവിടെ പോയി? അപ്പോൾ നമ്മൾ ഇനി ഒരു ഘട്ടം കൂടെ പുറകോട്ട് ചിന്തിക്കണം. ഈ ശബരിമലയിലെ എല്ലാ നടപടിക്രമങ്ങളെയും സംശയിക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ശബരിമലയിലെ കൊടിമരം ഇതുപോലെ പൂശിയതാ, ഇതുപോലെ പുതിയ കൊടിമരം വെച്ചതാ. അതിനു മുകളിലുള്ള വാജിവാഹനം, മണികൾ, ശബരിമല 18-ാം പടി അടക്കം ഇതെല്ലാം കാലാകാലങ്ങളിൽ മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ആരു മാറ്റി, എപ്പോൾ മാറ്റി? അന്ന് പുതിയ സാധനം കൊണ്ടുവയ്ക്കുമ്പോൾ ഇതൊക്കെ എവിടെ കൊണ്ടുവച്ചു? ഇതൊക്കെ സ്റ്റോർ റൂമിൽ തന്നെ ഉണ്ടോ? ഈ 18-ാം പടിയിലെ പഞ്ചലോഹ കൂട്ടെന്ന് പറയുന്നത് അത് ഒരുപാട് കിലോ, 12,000 കിലോ വരും. അതിനകത്ത് സ്വർണ്ണമടക്കമുള്ള ലോഹങ്ങളാണുള്ളത്. 18-ാം പടി സ്പോൺസർ ചെയ്ത് ഇവരാണ് കേട്ടോ, സ്മാർട്ട്. അല്ലല്ല, രണ്ടാം തവണ ഞാൻ പറഞ്ഞ മുമ്പ് വെച്ചപ്പോൾ അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എവിടെ പോയി? ചുരുക്കി പറഞ്ഞാൽ ശബരിമലയിൽ കോടതി 2024 ഒരു നടപടിക്രമത്തിലെ കുഴപ്പങ്ങളിൽ നിന്ന് തുടങ്ങി 2019 അവിടുന്ന് 2018 പോയി. ഇപ്പോൾ 2015 കൊടിമരത്തിലേക്കും കോടതി പോകേണ്ടി വരും. 2011 18 പടികൾ തിരുത്തിയതിനെക്കുറിച്ചും പോകേണ്ടി വരും. ശബരിമലയിലെ മണികളെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരും. സമഗ്രമായൊരു അന്വേഷണത്തിലൂടെ കുഴപ്പങ്ങൾ മുഴുവൻ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ എനിക്ക് അത്ഭുതം. എല്ലാം പോട്ടെ, ഒരു സാധനം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തൂക്കി നോക്കുന്നു, അത് തിരിച്ചു വരുമ്പോൾ തൂക്കി നോക്കിയില്ല എന്ന് പറയുന്ന ഇത്രയും ശുദ്ധ ഹൃദയന്മാരായ ഇത്ര പാവങ്ങളായിരുന്നു ഉദ്യോഗസ്ഥർ. ഒരു ഘട്ടം കഴിഞ്ഞു, ഇതിന് ഓഡിറ്റും കാര്യങ്ങളൊന്നും ഇല്ലേ? അത് കഴിഞ്ഞ് ആരെങ്കിലും നോക്കില്ലേ? അടുത്ത പ്രാവശ്യം കൊണ്ടുപോകുമ്പോഴെങ്കിലും ഈ പ്രശ്നം കാണില്ലേ? വാസുവിൻ്റെ ഭാഗത്തു നിന്നുള്ളത് അതിഗുരുതരമായ വീഴ്ചയാണ്. നോക്കൂ, ഒരു കള്ളൻ കട്ടുവെന്ന് സമ്മതിച്ചുകൊണ്ട് പറയാണ്, കുറച്ച് സ്വർണ്ണം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാൻ എന്ത് ചെയ്യണം സാർ എന്ന് പറഞ്ഞതിന് മറുപടി പോലും കൊടുത്തില്ല. പറയപ്പെടുന്നത് അങ്ങനെ ഒരു കത്ത് അയച്ചത് തന്നെ അവസാനം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഞാൻ അറിയിച്ചതാണ് എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട് എന്നുള്ളത്. അപ്പോൾ പിടിക്കപ്പെട്ടാൽ ഇത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി വെച്ച് ആ കരിക്കളെല്ലാം തയ്യാറാക്കി വെച്ച് വാസു എന്ത് ചെയ്തു? അദ്ദേഹം അത് അടുത്ത ഉദ്യോഗസ്ഥനിലേക്ക് തട്ടി എന്താണ് വേണ്ടതെന്ന് അറിയിക്കുന്നു. ആ കത്ത് അവിടെ ഡെഡായി. ഒരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വലിയ കൊള്ള എവിടേക്കോ നടന്നിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എവിടം വരെ എത്തിപ്പോകും നമുക്കറിയില്ല. ഇനി ഈ പറയുന്ന വാതിലും ഈ പറയുന്ന പഴയ കൊടിമരവും ഈ പറയുന്ന വാജിവാഹനവും ഈ സാധനങ്ങളുമെല്ലാം ഇത് ഉരുക്കി വിറ്റോ എന്നുള്ളത് നമ്മളെ പറ്റിക്കാൻ പറയുന്ന ഒരു കഥയാണ്. ഇതിന് നമ്മൾ നേരത്തെ പലപ്പോഴും ചർച്ച ചെയ്ത പോലെ ഇതിന് ഒരുപാട് കോടാനുകോടി രൂപയുടെ ആൻറ്റിക് വാല്യൂ ഉണ്ട്. ഈ ആൻറ്റിക് വാല്യൂ ഉള്ള സാധനം ഏത് വിദേശ മ്യൂസിയത്തിലോ ഏത് വിദേശ പണക്കാരൻ്റെ വീട്ടിലോ ആണ് ഇരിക്കുന്നത് നമുക്കറിയില്ല. ഇത് എവിടെയൊക്കെ പോയിട്ടുണ്ടാവും, നമുക്കൊരു പിടിയുമില്ല. ശബരിമലയിലെ അടിസ്ഥാനപരമായ പ്രശ്നം, ശബരിമലയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ശബരിമലയുടെ സംവിധാനത്തിൽ ഒരു തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ചെക്കിങ്ങും ഇല്ലാതെ എന്തും നടത്തും എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്നത് പോലെ ശബരിമലയിൽ ഒരു സ്പോൺസർഷിപ്പിന് ഒരാളെ ഏൽപ്പിച്ചു വിട്ടാൽ അയാൾക്ക് പ്രത്യേകിച്ച് ഒരു തൊഴിലും ഉണ്ടായിരുന്നില്ലെന്നും ശബരിമലയുള്ളവർക്ക് തന്നെ അറിയാവുന്ന ഒരാളെ ചോദിച്ചു വിട്ടാൽ അയാൾ പിരിക്കുമെന്നും വ്യാപകമായി പണപ്പിരിവ് നടത്തി പൈസ അടിച്ചുകൊണ്ട് പോകുന്നുള്ള പ്രാഥമിക ബുദ്ധി പോലും ഉണ്ടായില്ല. അവിടെ നിന്ന് പോയി ശബരിമലയിലെ പഴയ സ്വർണം, ശബരിമലയിലെ പഴയ സാധനങ്ങൾ, ഇതൊന്നും ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് പറയുന്നത്. ഏറ്റവും ലജ്ജാകരമായ കാര്യം, 2016-17 സമയത്ത് ഊരിയെടുത്ത വാതിൽ, അത് ഈ അന്വേഷണം നടക്കുന്നത് വരെ ആ വാതിൽ സ്ട്രോങ് റൂമിലേക്ക് പോയിട്ടില്ല. നിങ്ങളതിൻ്റെ സ്വർണം വിടൂ, സ്വർണം എടുത്തുകൊണ്ട് പോട്ടെ. ശബരിമലയിലെ പഴയ വാതിൽ എന്ന് പറഞ്ഞാൽ അതിന് എന്തൊരു മൂല്യമുണ്ട്. ആ വാതിൽ അവിടെ ചാരി വെച്ചിരിക്കുകയായിരുന്നു. SIT അന്വേഷണം വന്നപ്പോഴത്തേക്കും ചാടിപ്പിടിച്ച് അത് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നതാണ് പറയുന്നത്. ഈ കൊടിമരത്തിലെ എൻ്റെ മുകളിലുള്ള വാജിവാഹനവും ഇതുപോലെ ഒരു കക്ഷി ഞാൻ വേണേൽ തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തിരിച്ചു വാങ്ങിച്ചിട്ടില്ല, ഓഫർ മാത്രമേ ഉള്ളൂ, വന്നിട്ടില്ല. ഞാൻ വേണേൽ തിരിച്ചു തരാം ഇപ്പോൾ പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പുറത്തു വരട്ടെ. പക്ഷേ കോടതി വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഓരോ പ്രാവശ്യത്തെ ഉത്തരവിലൂടെയും സർക്കാരിനെ അനുകൂലിക്കുന്നവരുടെ ഗോൾ പോസ്റ്റുകൾ മുഴുവൻ പൊളിക്കുകയാണ്. അപ്പോൾ സർക്കാർ ഗോൾ പോസ്റ്റ് മാറ്റി വരുന്നു. എന്തായാലും ദേവസ്വം ബോർഡിനെ
സർക്കാർ ഇനി വിടില്ല. ഇതുവരെ ദേവസ്വം ബോർഡും മന്ത്രിയും എന്ത് ചെയ്തു എന്നാണ് ചോദ്യത്തിൽ നിന്ന്. ആ ദേവസ്വം ബോർഡിനെ വിട്ടു, ഇനി മന്ത്രി എന്ത് ചെയ്തു എന്നുള്ളതായിരിക്കും. കാര്യങ്ങൾ തെളിയട്ടെ, അന്വേഷിക്കട്ടെ. ശബരിമലയിലെ ഒരു ദേവസ്വം ബോർഡ് പഴയതായാലും പുതിയതായാലും ഞാൻ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല, ആ കുറ്റവാളിയാണെന്ന് വിധിക്കാൻ തയ്യാറല്ല. പക്ഷേ എല്ലാവരും സംശയത്തിൻ്റെ മുനയിൽ തന്നെയാണ്. നിങ്ങൾ അല്ലാന്ന് തെളിയിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും. Meet the editors.